ആലപ്പുഴയിൽ ജി സുധാകരൻ CPIM പോര് കനക്കുകയാണ്. നീർക്കുന്നം സ്കൂളിലുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ സുധാകരനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. MLA ഓഫീസിലേക്ക് CPIM ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. SS ശരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരൺ, ഗുഡ് മോർണിംഗ്. ആ ഒരു പോര് സുധാകരനും CPIM തമ്മിലുള്ള പോര് നമ്മൾ നേരത്തെ കണ്ടു തുടങ്ങുന്നതാണ്. പക്ഷേ ഇതൊരു വേറെ തലത്തിലേക്ക് കടക്കുന്നു. ആ പ്രതിഷേധം, തർക്കം എന്നുള്ളതാണ്. ഇന്നലെ കണ്ടതും അങ്ങനെ തന്നെയായിരുന്നു. ഒടുവിൽ പോലീസൊക്കെ എത്തേണ്ടി വന്നു. ഇപ്പോൾ ഇന്നെന്താണ് ഉദ്ദേശിക്കുന്നത് പാർട്ടി? പ്രതിഷേധം ഏത് രീതിയിൽ? ശ്രുതി, ഷിഗാസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ജി സുധാകരനും CPIM തമ്മിലുള്ള പോര് വീണ്ടും കനക്കുകയാണ്. അതിനിപ്പോൾ ഒരു കാരണമായി മാറിയിരിക്കുന്നത് നീർക്കുന്നം സ്കൂളിലെ സാഹചര്യമാണ്. അതായത് നീർക്കുന്നം സ്കൂൾ ഗ്രൗണ്ടിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് മണ്ണെടുപ്പാണ് എന്നുള്ള പരാതി ഉയർന്നിരുന്നതാണ്. ഇത് പരിശോധിക്കാൻ വേണ്ടിയാണ് ജി സുധാകരൻ MLA ആ സ്കൂളിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വലിയ രീതിയിലുള്ള തർക്കം ഈ അമ്പലപ്പുഴ പഞ്ചായത്ത് അംഗങ്ങളുമായിട്ട്, വടക്ക് പഞ്ചായത്ത് അംഗങ്ങളുമായിട്ട് ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടിരുന്നതാണ്. അതായത് ജി സുധാകരനെതിരെയുള്ള പഞ്ചായത്ത് അംഗങ്ങളുടെ വലിയ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അതിൽ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് എല്ലാം നേടിയല്ലേ താങ്കൾ പുറത്തു പോയെന്നടക്കമുള്ള ചോദ്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ ഒരു തർക്കം രൂക്ഷമായി തുടരുന്നതിനിടയിൽ കൂടിയാണ് കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തത്. അതായത് ഈ ജി സുധാകരൻ MLAക്കൊപ്പം എത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് PTA പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തത്. അതിനിടയിൽ തന്നെ പോലീസ് സംഘം അവിടേക്ക് എത്തുകയും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ശാന്തരാക്കി മടക്കി അയക്കുകയായിരുന്നു രണ്ടു കൂട്ടരെയും. ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും CPIM ചൂണ്ടിക്കാട്ടുന്നത് ഈ ജി സുധാകരൻ MLA ഗുണ്ടകളെ കൂട്ടി ആ സ്കൂളിലേക്ക് എത്തുന്നു. അതിനുശേഷം ജനപ്രതിനിധികളെയും പാർട്ടി അംഗങ്ങളെയൊക്കെ തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്ന് രാവിലെ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് CPIM ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു മാർച്ച് വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ വലിയ സുരക്ഷയുണ്ടാവും. കാരണം ഏതെങ്കിലും വിധത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്, അത് അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള വലിയ ശ്രമത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.